നമസ്കാരം. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായ ഒരു യുവതിയുടെ ജീവിതം ഭർത്താവിന്റെ സംശയരോഗം കാരണം ഇരുട്ടിലായപ്പോൾ നിയമം അവർക്ക് പ്രകാശമായി മാറി. ജോലി രാജിവെപ്പിച്ചും വീടിനുള്ളിൽ പൂട്ടിയിട്ടും ആത്മാഭിമാനം തകർത്തുമുള്ള ഭർത്താവിന്റെ ക്രൂരതകൾക്കെതിരെ ഈ സ്ത്രീ നടത്തിയ നിയമ പോരാട്ടം വെറുതെ ആയില്ല. നരകതുല്യമായ ജീവിതം തുടരാൻ ഒരു വ്യക്തിയെയും നിർബന്ധിക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി കുടുംബ കോടതിയുടെ വിധി റദ്ദാക്കി യുവതിക്ക് വിവാഹമോചനം നൽകി. വിവാഹബന്ധത്തിലെ മാനസിക ക്രൂരതയുടെ നിർവചനത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവായി കേരള ഹൈക്കോടതിയുടെ പുതിയ വിധി. ഒരു ഭർത്താവ് സംശയദൃഷ്ടിയുടെ ഭാര്യയെ നിരന്തരം നിയന്ത്രിക്കുന്നതും വ്യക്തിപരമായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതും വിവാഹമോചനത്തിന് മതിയായ മാനസിക പീഡനമായി കണക്കാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഇതോടെ തെളിവുകളുടെ അഭാവത്തിൽ വിവാഹമോചന ഹർജി തള്ളിയ കുടുംബ കോടതിയുടെ മുൻവിധി തിരുത്തിക്കൊണ്ട് യുവതിയുടെ അപ്പീൽ ഹൈക്കോടതി അംഗീകരിക്കുകയും വിവാഹബന്ധം നിയമപരമായി അവസാനിപ്പിക്കുകയും ചെയ്തു. ഇരുവരുടെയും വിവാഹം 2013 വിവാഹ സമയത്ത് നഴ്സായിരുന്ന ഭാര്യയുടെ ജോലി രാജിവെച്ച് വിദേശത്തുള്ള തന്റെ അടുത്തെത്താൻ ഭർത്താവ് ആവശ്യപ്പെട്ടു. അവിടെ ജോലി ശരിയാക്കി തരാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ വിദേശത്തെത്തിയെങ്കിലും തുടക്കം മുതൽ ഭർത്താവ് സംശയാലുവായിരുന്നുവെന്നും ജോലിക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നിരുത്സാഹപ്പെടുത്തിയെന്നും ഭാര്യ കോടതിയെ ബോധിപ്പിച്ചു. ഗർഭിണിയായ ശേഷം യുവതിയെ ആക്രമിക്കുകയും മാതാപിതാക്കളെ അധിക്ഷേപിക്കുകയും ഭർത്താവ് ചെയ്തതായി യുവതി കോടതിയെ ബോധ്യപ്പെടുത്തി. ഇതെല്ലാം ഭർത്താവ് നിഷേധിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. കേരളത്തിൽ ഒരു വർഷം 1,10,000-ത്തിലധികം കല്യാണം നടക്കുമ്പോൾ 30,000 ഡിവോഴ്സ് നടക്കുന്നുണ്ട്. അതായത് 3 കല്യാണം നടന്നാൽ അതിലൊന്ന് വിവാഹമോചനത്തിൽ എത്തുന്നുവെന്ന് ചുരുക്കം. കേരളത്തിൽ വിവാഹമോചനങ്ങളുടെ എണ്ണം റെക്കോർഡ് ഭേദിച്ച് മുന്നോട്ട് കുതിക്കുമ്പോൾ കേരള മോഡൽ ദാമ്പത്യം എങ്ങോട്ടെന്ന് പൊതുസമൂഹം നോക്കി നിൽക്കുകയാണ്. 2016 മുതൽ 2022 വരെ കേരളത്തിൽ 28 കുടുംബ കോടതികളിൽ വിവാഹമോചന കേസുകളിൽ 40% വർധന. 2022 30,781 വിവാഹമോചന ഹർജികൾ ഫയൽ ചെയ്തു. 2023 ഇതിന്റെ എണ്ണം 33,535 ആയി. ഇനി 2024 വന്നാൽ ഇത് 30,647 ആയിരുന്നു. 2025 ജൂൺ വരെ 9,199 കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ജൂൺ 30 വരെ സംസ്ഥാനത്തുടനീളമുള്ള കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന വിവാഹമോചന കേസുകളുടെ എണ്ണം 38,067 ആണ്. അതിൽ 3,307 കേസുകളുമായി തിരുവനന്തപുരം കുടുംബ കോടതി പട്ടികയിൽ ഒന്നാമതാണ്. തൊട്ടു പിന്നാലെ വടകര കുടുംബ കോടതി 2,322 കേസുകൾ. ആറ്റിങ്ങൽ കുടുംബ കോടതിയിലാണെങ്കിൽ 2,241 കേസുകൾ. മലപ്പുറം ജില്ലയിൽ 2020 786 പേരാണ് വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതികളിലെത്തിയത്. 2021 ഇത് 1,338 ആയി. കോവിഡിന് ശേഷം വലിയ രീതിയിലുള്ള വർധനയാണ് ഇത്തരം കേസുകളിൽ ഉണ്ടായിരിക്കുന്നത്. കേസുകളിൽ 2,295 എണ്ണവും സ്ത്രീകൾ തന്നെ ഫയൽ ചെയ്തവയാണ്. ഏകദേശം 70% വരും ഇത്. തിരൂർ കുടുംബ കോടതിയിൽ 288 കേസുകളാണ് 2020 രജിസ്റ്റർ ചെയ്തതെങ്കിൽ 2021 773 കേസുകളായി. വിവാഹമോചനം തേടുന്നവരിലേറെയും മുൻവർഷങ്ങളിൽ വിവാഹം ചെയ്തവരാണെങ്കിലും ആയുസില്ലാത്ത ദാമ്പത്യങ്ങളുടെ എണ്ണം വർഷാവർഷം കൂടുകയാണെന്ന് ഇതെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. അതിന് പിന്നിൽ നിരവധി കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. മദ്യപാനം ഉൾപ്പെടെ വിവിധ കാരണങ്ങൾ വിവാഹമോചനത്തിന് പിന്നിലുണ്ട്. വിവാഹേതര ബന്ധങ്ങളും ഇന്റർനെറ്റ് വഴിയുള്ള മറ്റു ബന്ധങ്ങളുമെല്ലാം പലപ്പോഴും വിവാഹമോചനത്തിലാണ് ചെന്ന് അവസാനിക്കുന്നത്. വ്യക്തിത്വ വൈകല്യങ്ങൾ ഭാര്യയോ ഭർത്താവോ തിരിച്ചറിയാതെ പോകുന്നതും പ്രശ്നങ്ങളിൽ എത്തിക്കുന്നുണ്ട്. സ്വത്ത്, ഗാർഹിക പീഡനം, ഭർതൃബലാത്സംഗം എന്നിവയെല്ലാം ഈ കാരണങ്ങളുടെ പട്ടികയിലുണ്ട്. 2022 കുറച്ചു മാസങ്ങൾക്കുള്ളിൽ കുടുംബ കോടതികളിലെത്തിയ വിവാഹമോചന കേസുകളുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഭർതൃബലാത്സംഗമായിരുന്നു. ഭാര്യയുടെ സമ്മതമില്ലാത്ത എല്ലാ ലൈംഗിക ബന്ധങ്ങളും ബലാത്സംഗങ്ങളുടെ പട്ടികയിൽ വരും. ലൈംഗിക സൈറ്റുകൾക്ക് അടിമകളായ ഭർത്താക്കന്മാർ ലൈംഗിക വൈകൃതങ്ങൾക്ക് നിർബന്ധിക്കുന്നതായും കേസുകൾ ഫയൽ ചെയ്ത സ്ത്രീകൾ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ചെറുപ്രായത്തിൽ വിവാഹിതരായ ഇവരിൽ പലരും ഇത് ബലാത്സംഗമാണെന്ന് പോലും തിരിച്ചറിയുന്നത് വളരെ വൈകിയാണ്. ഇക്കാലത്ത് ദമ്പതികൾക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി മാറാമെന്ന് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം നിരന്തരമായ സംഘർഷങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് ഒരു വിഭാഗം പറയുന്നു. വിവാഹം കഴിക്കുന്ന എല്ലാവരും ഡിവോഴ്സ് ആകുന്നു എന്നല്ല പറയുന്നത്. പക്ഷെ മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ ഡിവോഴ്സ് കേസുകൾ കൂടുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.